വിഷുവിനു മുമ്പായി നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ കാരണമാകുന്ന ചില വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗൃഹത്തിൽ സർവൈശ്വര്യം ഉണ്ടാകും. ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ കന്നിമൂല ശ്രദ്ധിക്കുക എന്നതാണ്. ഇത് വാസ്തുപുരുഷന്റെ പാദമിരിക്കുന്ന സ്ഥലമാണ്. ഇത് തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ഈ ഭാഗം തടസ്സങ്ങളില്ലാതെ വൃത്തിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഭാഗത്തെ ചപ്പുചവറുകൾ, മാറാല എല്ലാം തന്നെ നീക്കം ചെയ്യണം. വിഷുവിന് ഈ ഭാഗത്ത് മാറാല ഉണ്ടാകരുത്. ഇത് വൃത്തിയാക്കുക തന്നെ വേണം. ഇത് വീടിനകത്തായാലും പുറത്തായാലും ദോഷം വരുത്തും. രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയും വിളക്ക് വയ്ക്കുന്നിടവുമെല്ലാമാണ്. കണി വിഷുവിന് പ്രധാനമാണ്. നാം ഓട്ടുരുളിയിൽ കണി വയ്ക്കുന്നത് പ്രപഞ്ചവും കാലപുരുഷനുമെന്നാണ് സങ്കല്പം. ഇതാണ് നാം പൂജാമുറിയിലോ അതല്ലാതെ കണി വയ്ക്കുന്നിടത്തോ ഏറെ വൃത്തിയാക്കേണ്ടത് ആവശ്യമെന്ന് പറയുന്നത്. വീട്ടിലുള്ള എല്ലാ നിലവിളക്കുകളും വൃത്തിയാക്കി വെക്കണം. നാം ഉപയോഗിക്കാത്തവ പോലും വൃത്തിയാക്കുക. വിഷുദിനം വയ്ക്കുന്ന വിളക്ക് മാത്രമല്ല, എല്ലാ വിളക്കുകളും ഇതുപോലെ വിഷുക്കണിക്കുള്ള പീഠവും വസ്തുക്കളുമെല്ലാം വൃത്തിയാക്കണം. അടുത്തതായി പൊട്ടിയതോ കീറിയതോ ആയ വിഗ്രഹമോ കൃഷ്ണചിത്രങ്ങളോ കണി കാണാൻ വയ്ക്കരുത്. മാത്രമല്ല ഇവ വീട്ടിൽ ഉണ്ടാകരുത്. ഇത്തരം ചിത്രങ്ങളും വിഗ്രഹങ്ങളും വീട്ടിൽ വയ്ക്കുന്നത് നല്ലതല്ല. ഇതുപോലെ പഴയ പ്രസാദത്തിന്റെ ഇലയും പൂവുമെല്ലാം ഇരിക്കുന്നുവെങ്കിൽ ഇത് നീക്കണം. ഇത് അമ്പലത്തിലെ പ്രസാദമെങ്കിൽ പോലും കണി കാണുന്നിടത്ത് നിന്ന് മാറ്റി വയ്ക്കണം. ഈ ഭാഗം വൃത്തിയാക്കുന്ന തുണിയും വയ്ക്കരുത്. ഇതുപോലെ വീട്ടിൽ ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നീക്കണം. പ്രത്യേകിച്ചും പഴയ കലണ്ടർ, മൂർച്ച പോയ കത്തി, പഴയ ഉപയോഗിക്കാത്ത ചൂൽ, പ്രവർത്തനശൂന്യമായ ഘടികാരം എന്നിവയെല്ലാം നീക്കണം. ഇതുപോലെ മറ്റൊന്നാണ് വീട്ടിൽ തുളസിത്തറയുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക എന്നത്. വിഷുവിന് കണി വയ്ക്കുന്നതിനൊപ്പം തുളസിത്തറയിൽ വിളക്ക് വെച്ച് വലം വയ്ക്കുന്നതും നല്ലതാണ്. വീട്ടിലെ പടിയും പ്രധാന വാതിലുമെല്ലാം വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമപ്പൊട്ട് അവിടെ ചാർത്തുന്നത് ഏറെ നല്ലതാണ്. ഇതുപോലെ നമ്മൾ അരിയിട്ട് സൂക്ഷിക്കുന്ന പാത്രം വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം ചാർത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ്. വീട്ടിൽ മഞ്ഞൾ ജലം തളിക്കുന്നതും നല്ലതാണ്. മഹാലക്ഷ്മിയെ ആനയിക്കുക എന്നതാണ് ഇതിന്റെ ചിട്ട. എല്ലാം വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ. വിഷുവിന്റെ തലേന്നാണ് ഇത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. ജാതകഫലം ഓൺലൈനായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്, സ്ക്രീനിലും നൽകുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ശുഭദിനം.